ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് നടിയും ബിജെപിയുടെ നിയുക്ത എംപിയുമായ കങ്കണ റണൌട്ടിനെ മർദ്ദിച്ച സംഭവത്തിൽ CISF ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കൾ. नमस्ते दोस्तों, मुझे बहुत ज़्यादा फ़ोन कॉल्स आ रहे हैं मीडिया के भी और मेरे शुभचिंतकों के भी. सबसे पहले तो आई एम सेफ़, आई एम परफेक्टली फाइन. आज चंडीगढ़ एयरपोर्ट पे जो हादसा हुआ वो सिक्योरिटी चेक के साथ में हुआ. वहाँ पे मैं सिक्योरिटी चेक करके जैसे ही निकली तो दूसरे कैबिन में जो महिला थी, जो सुरक्षा कर्मचारी थी CISF की, उन्होंने उनके पास या उनको क्रॉस करने का इंतज़ार किया और साइड से आकर जो है मुझे मेरे फेस पे हिट किया और गालियाँ देने लगी. और जब मैंने उनको पूछा कि उन्होंने ऐसा क्यों किया तो उन्होंने कहा कि वो फार्मर्स प्रोटेस्ट को जो है वो सपोर्ट करती हैं. और आई एम सेफ़ बट माई कंसर्न इज़ कि जो आतंकवाद और उग्रवाद पंजाब में बढ़ रहा है, हाउ डू वी हैंडल दैट? थैंक यू. സംഭവ സമയത്ത് കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കൃത്യമായി അന്വേഷണം നടത്തണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു. കങ്കണയെ മർദ്ദിച്ചെന്നാരോപിക്കുന്ന വ്യവസായ സുരക്ഷാ സേനയിലെ വനിതാ കോൺസ്റ്റബിൾ കുൽവിന്ദർ കൗറിനെതിരെ കടുത്ത നടപടിയെടുക്കരുതെന്ന് സംയുക്ത കിസാൻ മോർച്ച വിഭാഗവും കിസാൻ മജ്ദൂർ മോർച്ചയും ആവശ്യപ്പെട്ടു. കുൽവിന്ദറിന്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സമരം ചെയ്യുമെന്നും കർഷക നേതാക്കൾ പറഞ്ഞു. കങ്കണയുടെ മുഖത്തടിച്ചെന്ന പരാതിയിൽ കുൽവന്ദറിനെ CISF സസ്പെൻഡ് ചെയ്തിരുന്നു. കോൺസ്റ്റബിൾ കുൽവന്ദർ കൗറിനെ സസ്പെൻഡ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്തതായി അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള CISFും അന്വേഷണം പ്രഖ്യാപിച്ചു. അവരെ അറസ്റ്റ് ചെയ്തതായി വിവരം ലഭിച്ചെന്ന് കുൽവിന്ദറിന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചു. കർഷക സമരത്തെക്കുറിച്ച് കങ്കണ മോശമായി സംസാരിച്ചതിലുള്ള അമർഷത്താലാണ് അവരുടെ മുഖത്തടിച്ചതെന്നാണ് കുൽവിന്ദർ പറയുന്നത്. 100 രൂപയ്ക്ക് വേണ്ടിയാണ് കർഷകർ സമരം ചെയ്യുന്നതെന്നായിരുന്നു കങ്കണയുടെ പരാമർശം. തന്റെ അമ്മയും കർഷകർക്കൊപ്പം സമരം ചെയ്യുന്നു എന്നാണ് കുൽവിന്ദറിന്റെ പരാമർശം. ഹിമാചലിലെ മണ്ഡിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കങ്കണ ഡൽഹിയിലേക്ക് പോകാനാണ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിലെത്തിയത്. സുരക്ഷാ പരിശോധന നടക്കുന്ന സ്ഥലത്തിലാണ് സംഭവം ഉണ്ടായത്. മുഖത്തടിച്ച ശേഷം ഇത് കർഷകരെ അപമാനിച്ചതിനാണ് എന്ന് കോൺസ്റ്റബിൾ കങ്കണയോട് പറയുകയും ചെയ്തു. തുടർന്ന് സുരക്ഷാ ഭടന്മാരുടെ വലയത്തിലാണ് കങ്കണ വിമാനത്തിലേക്ക് പോയത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത കങ്കണ പഞ്ചാബിൽ ഭീകരവാദം വളരുന്നതിൽ ആശങ്കയുണ്ടെന്നും പറഞ്ഞു. രണ്ടാം മോഡി സർക്കാരിന്റെ കൃഷി നിയമങ്ങൾക്കെതിരെയാണ് കർഷകർ മാസങ്ങളോളം സമരം ചെയ്തത്. എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ FIR രജിസ്റ്റർ ചെയ്യൂ എന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.